ഹലോ മക്കളെ, ഇന്ന് ഉച്ചയൂണിന് ഞങ്ങൾക്ക് സ്പെഷ്യലാണ് ബീഫ് ബിരിയാണി. അതിന് വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുകയാണ്. അരിയിടണം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഏലക്കയും ഗ്രാമ്പും പട്ടയും മല്ലിയിലയും പുതിനയിലയും കുരുമുളകും ഇട്ട് തിളപ്പിക്കാൻ വെച്ച് ഇത് ഗ്രേവി തയ്യാറാക്കാനാണ്. ഏലക്കയും പട്ടയും ഗ്രാമ്പും എല്ലാം ഇട്ട് വാട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് വാട്ടുക. എന്നിട്ട് സവാളയും പച്ചമുളകും ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് വാട്ടുക. അന്നേരം എളുപ്പം വാട് കിട്ടും. വെള്ളം തിളയ്ക്കാൻ വെച്ചത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. സവാള വാടി വരുന്നുണ്ട്. വാടി കഴിയുമ്പോൾ അതിനകത്തോട്ട് തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റുക. അരി കുറച്ച് വെന്ത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഉപ്പുണ്ടെന്ന് തോന്നിയാലും കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം, എന്നാലേ ചോറിന് ഉപ്പ് കാണും. തക്കാളിയും സവാളയൊക്കെ വാടി അതിനകത്തോട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാ പൊടികളും ഇട്ട് ഇതിനകത്തോട്ട് ഒരു തവി പുളിയില്ലാത്ത കട്ട തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് പ്രഷർ കുക്കറിൽ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലോട്ട് തട്ടിയിടുക. വെള്ളമുണ്ട് അതിനകത്ത്, അത് വറ്റുന്നവരെ അടച്ചു വെച്ച് വേവിക്കുക. വറ്റി വരുന്നുണ്ട്, ഇനിയും വറ്റാനുണ്ട്, കുറച്ചുകൂടെ വറ്റണം. ഇപ്പോൾ ചോറ് റെഡിയായിട്ടുണ്ട്. അത് ഒരു അരിപ്പയിലേക്ക് കോരി വെച്ച് എന്നിട്ട് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ മൂപ്പിച്ചെടുക്കണം. സവാള കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടെ അതിനകത്തിട്ട് ബ്രൗൺ നിറമാകുന്ന കണക്ക് മൂപ്പിക്കണം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഗ്രേവി ഇനി റെഡിയായി വന്ന് ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും ഇട്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റട്ട് അടച്ച് വെക്കാം. സവാള റെഡിയായി. ഇനി നമുക്ക് പാൻ വെച്ച് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ഗ്രേവി ഇതിനകത്തോട്ട് കോരി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചോറിടുക. അങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. തട്ടുകെട്ടായിട്ട് വെച്ചല്ല ഞാൻ ഇത് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നല്ല മിക്സ് ചെയ്താണ് വെക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഇടുക. എന്നിട്ട് സവാള വറുത്തത് ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ചെറു തീയിൽ വയ്ക്കുക. അത് കഴിഞ്ഞെടുക്കുക. ബിരിയാണി റെഡിയായി. ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ പോവുക. ഞാനും ലക്ഷ്മിയും കൂടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ സലാഡും നാരങ്ങാച്ചാറും പപ്പടവും ഉണ്ട്. ലക്ഷ്മിക്ക് പപ്പടം മാത്രം മതി. ഞങ്ങളങ്ങനെ കഴിക്കുകയാണ്. നിങ്ങളൊക്കെ കഴിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ ബൈ.